ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം ദ്വാദശസ്കന്ധം 12-ാം അധ്യായം. നമ്മൾ ഇന്നലെ 58-ാം ശ്ലോകത്തിലാണ് നിർത്തിയത് അല്ലേ? അപ്പോൾ ഈ ഭാഗവത പുരാണം കീർത്തിക്കുകയും കേൾക്കുകയും ചെയ്യണോണ്ട് ഉണ്ടാവുന്ന ഫലം വിസ്തരിച്ച് കാണിക്കാനായിട്ട് പറയുകയാണ്. ബ്രാഹ്മണരെ കീർത്തിക്കാൻ യോഗ്യമായിട്ടുള്ള മഹാകർമ്മങ്ങൾ നടത്തിയ ശ്രീ വാസുദേവൻ്റെ ഈ മഹാത്മ്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു കഴിഞ്ഞു. അശുഭങ്ങൾ സർവവും നശിപ്പിക്കാനുള്ള ശക്തി ഈ മഹാപുരാണത്തിനുണ്ട്. ഇതിന് അത്ര മാഹാത്മ്യമുണ്ട്. യ ഏവം ശ്രാവയേ നിത്യം യാമം ക്ഷണമനന്യധീ ശ്രദ്ധാവാൻ യോനു ശൃണുയാത് പുനത്യാത്മാനമേവ ച. ഏവം ഇപ്രകാരം യ അനന്യധി യാതൊരുത്തൻ മറ്റൊന്നിൽ ബുദ്ധിവൃത്തിയോടുകൂടാത്തോനും ശ്രദ്ധാവാൻ ശ്രദ്ധായുക്തനായിട്ട് നിത്യം യാമം ക്ഷണം ദിവസം തോറും ഒരു യാമം ഒരു ക്ഷണകാലോ ശ്രവിപ്പിക്കുകയോ ശ്രവിക്കുകയോ അവൻ ആത്മാനം ഏവ ആത്മാവിനെ തന്നെ പുനാതി പരിശുദ്ധാക്കുന്നു. ഏതൊരുത്തനെ ഈ പുരാണത്തെ ശ്രദ്ധയോടും അന്യചിന്ത കൂടാണ്ടും ഒരു യാമകാലോ അഥവാ അതിലും ചുരുങ്ങിയ സമയം കേൾക്കുകയോ ചെയ്യോ അവൻ ആത്മാവിനെ തന്നെ പരിശുദ്ധാക്കണം. സ്നാനാദി കൊണ്ട് ദേഹശുദ്ധി ഉണ്ടാക്കണ പോലെയല്ല എന്ന് പറയാം. സാക്ഷാൽ അന്ധകരണത്തെ തന്നെ രാഗാദിദോഷ നിർമുക്തതാക്കണു. ഈശ്വര സാക്ഷാത്കാരത്തിന് അന്ധകരണം യോഗ്യാക്കി തീർക്കണമെന്ന് സാരം. ദ്വാദശ്യാം ഏകാദശ്യാം വാ ശൃണ്വൻ ആയുഷ്യവാൻ ഭവേത് പഠത്യനശ്നൻ പ്രയതാ തതോ ഭവത്യ. പാതകി ദ്വാദശി ദിവസവും ഏകാദശി ദിവസവും കേൾക്കണോൻ ദീർഘായുഷ്മാനായിട്ട് ഭവിക്കും. ആഹാരം കഴിക്കും മുമ്പ് ഭക്തിപൂർവം കീർത്തിക്കണോൻ സർവപാപങ്ങളിൽ നിന്നും നിർമുക്തനായിട്ട് ഭവിക്കും. കേൾക്കാനും കേൾപ്പിക്കാനും സ്വയം പഠിക്കാനുള്ള വിശേഷ ദിവസങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. പുഷ്കരേ മധുരായാം ച ദ്വാരവത്യാം യദാത്മവാൻ ഉപുഷ്യ സംഹിതാമേതാം പഠിത്വാ മുച്യതേ ഭയാത്. പുഷ്കരം എന്നുള്ള തീർത്ഥം, പുണ്യതീർത്ഥം, മധുര, ദ്വാരക ഈ സ്ഥലങ്ങളിൽ ഏതൊരുത്തൻ ഏകാഗ്ര മനസ്സോടുകൂടി ഉപവാസിരുന്ന് ഈ സംഹിത പഠിക്കൂ അവൻ സംസാര ഭയത്തിൽ മുക്തനായിട്ട് ഭവിക്കും. ദേശവിശേഷം ഫലവിശേഷത്തിന് കാരണമായിട്ട് ഭവിക്കും എന്ന് സൂചിപ്പിച്ചേക്കണു. ദേവതാമുനയ സിദ്ധ പിതരൂ മനവൂ നൃഭ യച്ഛന്തി കാമാൻ ഗൃണത ശൃണ്വതോ യസ്യ കീർത്തനാത്. ഗൃണത കീർത്തിക്കണവനും ശൃണ്വത കേൾക്കണവനും കാമാൻ അഭീഷ്ടങ്ങളെ യച്ഛന്തി നൽകണു. യാതൊരു ഭാഗവത സംഹിത കീർത്തിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നവരെ നേരെ കീർത്തന ശ്രവണ മാത്രത്താൽ പ്രസന്നരായിട്ട് ഭവിക്കുന്ന ദേവതമാർ, മുനിമാർ, സിദ്ധന്മാർ, പിതൃക്കൾ, മനുക്കൾ, രാജാക്കന്മാർ ഇവരൊക്കെ അഭീഷ്ട ഫലങ്ങൾ അങ്ങോട്ട് നൽകും. ഋജോ യജൂംഷിനാമാനി ദ്വിജോധിത്യാനുവിന്ദതേ മധുകുല്യ ഘൃതകുല്യ പയ കുല്യാശ്ച തത്ഫലം. ബ്രാഹ്മണർ ഋക്കുകൾ, യജുസ്സുകൾ, സാമങ്ങൾ. അപ്പോൾ ഋഗ്വേദത്തിലെയും യജുസ്സിലെയും സാമവേദത്തിലെയും മന്ത്രങ്ങളെ അധ്യയനം ചെയ്ത എന്താണ്ടാവുക അവർ മധുകുല്യ, ഘൃതകുല്യ, പയകുല്യ ഈ ഫലങ്ങളെ പ്രാപിക്കും അല്ലേ? ആ ഫലങ്ങളൊക്കെ ഭാഗവത പാരായണ ശ്രവണാദി താൽപര്യം പ്രാപിക്കും. തേൻ, നെയ്യ്, പാല് മുതലായ സാധനങ്ങൾ ഒഴുകുന്ന നദിയാണ് മധുകുല്യാദി ശബ്ദങ്ങളുകൊണ്ട് സൂചിപ്പിക്കൽ. ആ നദികൾ ഒഴുകുന്ന സ്വർഗത്തെ വേദാധ്യയനം ചെയ്ത ബ്രാഹ്മണർ പ്രാപിക്കും. ആ ഫലം ഭാഗവത താൽപര്യർക്കും സിദ്ധിക്കും. ഭാഗവതവും വേദവും ഭിന്നമല്ല, ഒന്ന് തന്നെയാണ്. സാരം പുരാണ സംഹിതാം ഏതാം അധീത്യം പ്രയതുദ്വിജാ പ്രോക്തം ഭഗവതായത്തു തൽപദം പരമം വ്രജേത്. ദ്വിജ ബ്രാഹ്മണൻ പ്രയത ഭക്തിയുക്തനായിട്ട് ഏതാം പുരാണ സംഹിതാം ഈ പുരാണ സംഹിത അധീത്യ അധ്യയനം ചെയ്തിട്ട് ഭഗവതാ ഭഗവാനാൽ പ്രോക്തം പറയപ്പെട്ട
പരമം പദം യത് പരമപദം യാതെന്നാണോ താത്പര്യം ചെയ്ത് അതിന് പ്രാപിക്കുന്നു പറയേ. പുരാണ സംഹിത ഭക്തിപൂർവം അധ്യയനം ചെയ്യണോണ്ട് ബ്രാഹ്മണൻ ഭഗവാനാൽ ഉപദേശിക്കപ്പെട്ട പരമപദം അങ്ങോട്ട് പ്രാപിക്കും. വിപ്രു അധിത്യ പുനുയാത് പ്രജ്ഞാം രാജന്യൂദധിമേഖലാം വൈശ്യൂനിധിപതിത്വം ചം ശൂദ്ര ശുദ്ധേതപാദകാത്. വിപ്ര ബ്രാഹ്മണൻ അധീത്യ അധ്യയനം ചെയ്ത് പ്രജ്ഞാം ആപ്നുയാത് പ്രജ്ഞയെ പ്രാപിക്കും. രാജന്യ ക്ഷത്രിയൻ ഉദധിമേഖലാം സമുദ്രത്താൽ ചുറ്റപ്പെട്ട ഭൂമി ആപ്നുയാത് പ്രാപിക്കും. വൈശ്യൻ നിധിപതിത്വം നിധിപതി എന്നുള്ള ഭാവം പ്രാപിക്കും. ശുദ്രൻ പാതകാത് പാപത്തേത് ശുദ്ധേത ശുദ്ധനാവെന്ന് പറയുക. അപ്പോൾ അധികാരി ഭേദത്താൽ ഫലഭേദം ഉണ്ടാവുമെന്ന് കാണിക്കുകയാണ്. ഈ വേദാധ്യയനനിഷ്ഠനായിട്ടുള്ള ബ്രാഹ്മണൻ ഭാഗവത പാരായണ ശ്രവണതൽപരനായിട്ടിരുന്നാൽ ബ്രഹ്മസാക്ഷാത്കാരം ചെയ്യാൻ വേണ്ട വിചാരത്തിൽ നിപുണനായിട്ട് ഭവിക്കും. നീതിമാനായിട്ടുള്ള ക്ഷത്രിയനോ ഭാഗവതൽപരനായാൽ അഖണ്ഡ ഭൂമിക്ക് അധിപതിയായി ഭവിക്കും. സ്വധർമ്മനിഷ്ഠനായിട്ടുള്ള വൈശ്യൻ നിധിക്ക് അധിപതിയായിട്ട് വരും. ശുദ്ധരനോ പാപനിർമുക്തനായിട്ടും ഭവിക്കും. കലിമല സംഹതി കാലനു അഖിലേഷു ഹരിരിതരത്രനഗീയതേ അഭീക്ഷ്ണം ഇഹതു പുനർ ഭഗവാനശേഷമൂർത്തി പരിപഠിതോനുപദം കഥാപ്രസംഗൈ. കലിമല സംഹതി കാലനു അഖിലേഷു ഹരിരിതരത്രനഗീയതേ അഭീക്ഷ്ണം ഇഹതു പുനർ ഭഗവാനശേഷമൂർത്തി പരിപഠിതോനുപദം കഥാപ്രസംഗൈ. കലിമല സംഹതി കാലന കലിദോഷ സമൂഹം സർവവും നശിപ്പിക്കണ അഖിലേശ ഹരി സർവേശ്വരനായിട്ടുള്ള വിഷ്ണു ഇതരത്ര മറ്റു ശാസ്ത്രത്തിൽ അഭീഷണം നഗീയത എപ്പോഴും കീർത്തിക്കപ്പെടില്ല. ഹി നിശ്ചയം ഇഹാതു പുന ഇതിലാവട്ടെ കഥാപ്രസംഗ ഈ കഥാപ്രസംഗങ്ങളെ കൊണ്ട് അനുപദം പദം തോറും അശേഷമൂർത്തി ഭഗവാൻ അഖിലസ്വരൂപനായിട്ടുള്ള ഭഗവാൻ പരിപഠിത വിശേഷമായി കീർത്തിക്കപ്പെട്ടേക്കണം. അപ്പോൾ ഭാഗവത ശാസ്ത്രത്തിന് മറ്റു ശാസ്ത്രങ്ങളെക്കാൾ വളരെയധികം മഹാത്മ്യം ഉണ്ടാവാൻ എന്താ കാരണം എന്ന് വിവരിക്കുകയാണ്. ഈ കലിയുഗ ശക്തി നിമിത്തം ജനങ്ങളെ ബാധിക്കണ ദോഷസമൂഹങ്ങൾ നശിപ്പിക്കാൻ സമർത്ഥനായിട്ടുള്ള സർവേശ്വരനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ശ്രീഹരിയെ പറ്റി മറ്റ് ശാസ്ത്രങ്ങളിൽ ഇത്ര അധികം ഒന്നും അങ്ങോട്ട് കീർത്തിക്കണില്ല. ഈ ഭാഗവത ശാസ്ത്രത്തിലാവട്ടെ ഓരോ കഥാപ്രസംഗങ്ങൾ നിമിത്തം പദം തോറും സർവേശ്വരനായിട്ടുള്ള ഭഗവാന്റെ മഹിമ ശ്രീകൃഷ്ണ മഹിമ സ്പഷ്ടമായിട്ട് പ്രതിപാദിച്ചേക്കണു. തമഹമജമനന്തമാത്മതത്വം ജഗദുദയസ്ഥിതി സംയമാത്മശക്തിം ദ്യുപതിഭിർ അജശക്രശങ്കരാദ്യൈർദുരവസിത തവമച്യുതം നതൂസ്മി. ജഗദുദയസ്ഥിതി സംയമാത്മശക്തി ജഗത്തിൻ്റെ ഉദയം സ്ഥിതി സംയമം ഇവയിൽ ആത്മശക്തിയോടുകൂടിയവനും അജം ജന്മരഹിതനും അനന്തം അപരിച്ഛിന്നനും ആദ്യ അവസാനമില്ലാത്തവനും അജശക്ര ശങ്കരാദ്യൈർ ബ്രഹ്മാവ് ദേവേന്ദ്രൻ ശിവൻ മുതലായ ദ്വിപതിഭി ദേവാധിപന്മാരാൽ ദുരാവാസീതാത്താവം അറിയപ്പെടാത്ത സ്തോത്രത്തോടു കൂടിയവനും ആത്മതത്വം ആയിരിക്കണവനുമായിട്ടുള്ള തം അച്യുതം ആ അച്യുതനെ അഹം നദാസ്മിയെ നമസ്കരിക്കണം. ഭാഗവത ശാസ്ത്രത്താൽ പ്രതിപാദിക്കപ്പെട്ട ഭഗവാനെ നമസ്കരിക്കുകയാണ്. ഈ സത്വം രജസ് തമസ് ഈ മൂന്ന് ഗുണങ്ങളോടുകൂടിയ തൻ്റെ മായാശക്തിയാൽ വിഷ്ണുമായാൽ ലോകം മുഴുവനും സൃഷ്ടിച്ച് രക്ഷിച്ച് സംഭരിക്കുന്ന സംവേശ്വരനും ജനനമരണ വികാരങ്ങളൊന്നുമില്ലാത്തവനും ദേശകാലാവസ്ഥ സംബന്ധമായിട്ടുള്ള പരിച്ഛേദമില്ലാണ്ട് വിശ്വം എങ്ങും എല്ലായിടത്തും നിറഞ്ഞിരിക്കണവനും ബ്രഹ്മാവ് ദേവേന്ദ്രൻ ശ്രീ ശങ്കരൻ മുതലായ ദേവന്മാരെ പോലും അറിയാൻ സാധിക്കാത്ത മഹാമഹിമയോടുകൂടിയവനും സർവത്ര ആത്മസ്വരൂപേണ വിളങ്ങണവനുമായിട്ടുള്ള അച്യുതനെ നാം നമസ്കരിക്കുന്നു. ഉപജിതനവശക്തിഭി സ്വ ആത്മാൻ ഉപരജിത സ്ഥിരജംഗമാലയായ ഭഗവത ഉപലബ്ധിമാത്മ
ത്രിമാത്രധാംനേ സുരഋഷഭായ നമ സനാതനായ. ഉപചിത നവശക്തിഭിഅഭിവൃദ്ധി പ്രാപിച്ച 9 ശക്തികളാൽ സ്വേ ആത്മനി തൻ്റെ സ്വരൂപത്തിൽ തന്നെ ഉപചിത സ്ഥിര ജംഗമാലയായ നിർമ്മിക്കപ്പെട്ട സ്ഥിരങ്ങളും ചരങ്ങളും ആലയങ്ങളോടു കൂടിയവനും ഉപലബ്ധിമാത്രധാമ്യ ജ്ഞാനം മാത്രാവണ സ്വരൂപത്തോടു കൂടിയവനും സനാതനായ എന്നും നിലനിൽക്കണവനും ഭഗവതേ സുരഋഷഭായ ഭഗവാനുമായിട്ടുള്ള ദേവാധിപനായിട്ട് നമസ്കാരം. മേൽക്ക് മേൽ അഭിവൃദ്ധി പ്രാപിച്ചു വന്ന പ്രകൃതി പുരുഷൻ, മഹത്തത്വം, അഹങ്കാരതത്വം, പഞ്ചതന്മാത്രകൾ, ഇങ്ങനെ ഉള്ള 9 ശക്തികളെ കൊണ്ട് ഭഗവാനാവണ അധിഷ്ഠാനത്താൽ ചരങ്ങളെ അചരങ്ങളെയും അവയ്ക്ക് നിവസിക്കാൻ ഉചിതമായിട്ടുള്ള സ്ഥാനങ്ങളെയും ഒക്കെ നിർമ്മിച്ചവനും അനുഭവജ്ഞാനം മാത്രമാവണ സ്വരൂപത്തോടു കൂടിയവനും ഒരു കാലത്തും നാശമില്ലാണ്ടിരിക്കുന്ന സത്യസ്വരൂപനായിട്ടുള്ള ദേവാധിപ ഭഗവാനേ കൃഷ്ണ നമസ്കാരം എന്ന് പറയുകയാണ്. സ്വസുഖനിഭൃത ചേതാ തദ്വ്യുതസ്ഥാന്യഭാവോ സ്വസുഖനിഭൃത ചേതാ തദ്വ്യുതസ്ഥാന്യഭാവോ അഭ്യജിതരുചിരലീലാകൃഷ്ടസാരസ്തദീയം വ്യതനുതകൃപയായ തത്വദീപം പുരാണം തമഖിലവൃജിനഗ്നം വ്യാസസൂനും നതോസ്മി. സ്വസുഖനിഭൃത ചേതാ തദ്വ്യുതസ്ഥാന്യഭാവോ അജിതരുചിരലീലാകൃഷ്ടസാരസ്തദീയം വ്യതനുതകൃപയായ തത്വദീപം പുരാണം തമഖിലവൃജിനഗ്നം വ്യാസസൂനും നതോസ്മി. സ്വസുഖനിഭൃത ചേത സ്വന്തം ആനന്ദത്താൽ പൂർണ്ണമായിട്ടുള്ള ചേതസ്സോടുകൂടിയവനും തദ്വ്യുതസ്ഥാന്യഭാവ അതുകൊണ്ട് നിരസിക്കപ്പെട്ട അന്യവിചാരത്തോടു കൂടിയവനാണെങ്കിലും അജിതരുചിരലീലാകൃഷ്ടസാര ആരാലും ജയിക്കപ്പെടാത്തവൻ്റെ മനോഹര ലീലകളാൽ ആകർഷിക്കപ്പെട്ട ധൈര്യത്തോടു കൂടിയവനായിട്ട് യാതൊരുത്തൻ കൃപയാ കാരുണ്യത്താൽ തത്വദീപം പരമാർത്ഥത്തെ പ്രകാശിപ്പിക്കട തദീയം പുരാണം ഭാഗവത പുരാണത്തെ വ്യതനുത വിസ്തരിച്ചു. തം വ്യാസസൂനും വ്യാസപുത്രനെ നദാസ്മിയെ നമസ്കരിക്കുന്നു എന്ന് പറയുക. അപ്പോൾ തൻ്റെ ശ്രീ ഗുരുവിനെ നമസ്കരിക്കുകയാണ്. ഈ ആത്മാനന്ദത്താൽ നിറഞ്ഞിരിക്കുന്ന മനസ്സ് മറ്റ് ഒരു വിഷയത്തിലും വ്യാപരിക്കണില്ലെങ്കിലും ആരാലും ജയിക്കപ്പെടാത്ത സർവേശ്വരൻ്റെ അതിമനോഹരമായിട്ടുള്ള ലീലകൾ ആത്മാനന്ദനിമഗ്നായിരിക്കണം ആ മനസ്സിനെയും ആകർഷിച്ചുകൊണ്ട് ലോകങ്ങളെ ആഗ്രഹിക്കണമെന്ന് തോന്നിയ കാരുണ്യം കൊണ്ട് യാതൊരുത്തൻ സകല ജനങ്ങളുടെയും സർവ്വ ദുഃഖവും നശിപ്പിച്ച് അവരുടെ പരമാർത്ഥ സ്വരൂപമായിട്ടുള്ള പരമാത്മഭാവം അവരോർക്ക് അനുഭവപ്പെടുത്തി കൊടുക്കാൻ സമർത്ഥമായിട്ടുള്ള ഭാഗവത പുരാണത്തെ വിസ്തരിച്ചു. വ്യാസപുത്രനായിട്ടുള്ള ശ്രീ ശുഗരെ നമസ്കരിക്കുന്നു. ഇത് ശ്രീമദ് ഭാഗവതി മഹാപുരാണേ ദ്വാദശസ്കന്ധേ ആശ്രയനിരൂപണേ അനുക്രമനിരൂപണം നാമ ദ്വാദശാധ്യായ. ശ്രീ ഹരേ നമ. ശ്രീ ഹരേ നമ. ശ്രീ ഹരേ നമ. ഗോപികാജീവനസ്മരണം ഗോവിന്ദ. ശ്രീ ഗോവിന്ദ. ഗോപികാചരണസ്മരണം ഗോവിന്ദ. ശ്രീ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതം ദ്വാദശസ്കന്ധം 13-ാം അധ്യായം. സൂത ഉവാച. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതാ സ്തുന്വന്തി ദിവ്യൈസ്തവൈർവേദൈः സാംഗപദക്രമോപനിഷदैर्गायन्ति യം സാമഗാ ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാം പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃസുരാः സുരഗണാം ദേവായ
തസ്മൈ നമ. ബ്രഹ്മാവ്, വരുണേന്ദ്രരുദ്രമരുത. വരുണൻ, ഇന്ദ്രൻ, രുദ്രൻ മരുത്തുക്കൾ ദിവ്യൈസ്തവൈ ദിവ്യങ്ങളായ സ്തോത്രങ്ങളെ കൊണ്ടും സംഘപദക്രമോപനിഷതൈ അംഗങ്ങൾ, പദങ്ങൾ, ക്രമങ്ങൾ, ഉപനിഷത്തുക്കൾ ഇതൊക്കെ കൂടിയ വേദങ്ങളെ കൊണ്ടും ഞാൻ യാതൊരുത്തിന് സ്തുന്വന്തി സ്തുതിക്കണു. സാമവേദഗായകന്മാർ ഗായന്തി കീർത്തിക്കണു. ധ്യാനാവസ്ഥിത തദ്ഗതേന മനസ. ധ്യാനത്താൽ സ്ഥിരീകൃതവും തദ്ഗതമാക്കിയിട്ടുള്ള മനസ്സുകൊണ്ട് യോഗികൾ ഞാൻ പശ്യന്തി യാതൊരുത്തിനെ കാണുന്നു. സുരഗണ ദേവാസുര സമൂഹങ്ങൾ യസ്യന്തം യാതൊരുത്തിൻ്റെ ആദ്യ അവസാനേ അവധിയെ ഞാൻ വിധു അറിയണില്ല. തസ്മൈ ദേവായ നമ. ദേവന് നമസ്കാരം എന്ന് പറയാം. 13-ാം അധ്യായത്തെങ്കിൽ സർവ പുരാണങ്ങളുടെയും ശ്ലോകസംഖ്യകൾ, മാഹാത്മ്യം, പ്രത്യേകിച്ച് വിശിഷ്യ ഭാഗവത മഹാത്മ്യം, ഭാഗവത ഗ്രന്ഥദാനഫലം ഇതൊക്കെ പ്രതിപാദിക്കാൻ ഭാവിക്കണ പൗരാണികനായിട്ടുള്ള സൂതൻ സകല പുരാണ പ്രതിപാദ്യനായിട്ടുള്ള ശ്രീഹരിയെ നമസ്കരിക്കുന്നു. ബ്രഹ്മാവ്, വരുണൻ, ഇന്ദ്രൻ, രുദ്രൻ മരുത്തുക്കൾ മുതലായ ദേവന്മാർ ദിവ്യസ്തോത്രങ്ങളെ കൊണ്ടും അംഗങ്ങൾ, പദങ്ങൾ, ക്രമങ്ങൾ, ഉപനിഷത്തുക്കൾ ഈ വിഭാഗങ്ങളിലടങ്ങിയിരിക്കുന്ന വേദമന്ത്രങ്ങളെ കൊണ്ടും യാതൊരുത്തൻ്റെ മഹാത്മ്യം പുകഴ്ത്തണു. വേദരഥന്മാർ യാതൊരുത്തനെക്കുറിച്ച് ഗാനം ചെയ്യണോ. ധ്യാനത്താൽ നിശ്ചലാക്കിയും ഈശ്വരനിൽ തന്നെ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്ന ബുദ്ധിവൃത്തി കൊണ്ട് യോഗികൾ യാതൊരുത്തനെ സാക്ഷാത്കരിക്കണോ. യാതൊരുത്തൻ്റെ ഈ ഇത്ര എന്നുള്ള അവധിയ ദേവാസുരഗണങ്ങളിൽ ആർക്കും തന്നെ അറിയില്ലയോ. സർവേശ്വരനും സർവത്ര പ്രകാശിക്കണവനുമായിട്ടുള്ള ആ ദേവനെ ശ്രീകൃഷ്ണനെ ഞാൻ നമസ്കരിക്കുന്നു. പൃഷ്ഠേ ഭ്രാമ്യതമന്ദമന്ദരഗിരി ഗ്രാവാഗ്രകണ്ഠൂയന നിദ്രാലൂകമഠാകൃതിർഭഗവത ശ്വാസാനിലാപാന്തുവാ യത്സംസ്കാരകലാനുവർത്തനവശാത് വേലാനിഭേനാംഭസാം യാതായാതമതന്ത്രിതം ജലനിധിർന്യാദ്യാഭിവിശ്രാമ്യബ്ദീ. പൃഷ്ഠേ ഭ്രാമ്യതമന്ദമന്ദരഗിരി ഗ്രാവാഗ്രകണ്ഠൂയനാം ദ്രാലൂകമഠാകൃതിർഭഗവത ശ്വാസാനിലാപാന്തുഹാ യത്സംസ്കാരകലാനുവർത്തനവശാത് വേലാനിഭേനാംഭസാം യാതായാതമതന്ത്രിതം ജലനിധിർനദ്യാവിശ്രാമ്യതി. പൃഷ്ഠേ പുറത്ത് ഭ്രാമ്യതമന്ദമന്ദരഗിരിഗ്രാവാഗ്രകണ്ഠൂയന ഭ്രമിച്ചുകൊണ്ടിരിക്കുന്ന അമന്തായിട്ടുള്ള മഹത്തായിട്ടുള്ള മന്ദരപർവ്വതത്തിൻ്റെ ശിലാഗ്രങ്ങളുടെ സ്പർശന സുഖത്താൽ നിദ്രാശീലനായിരിക്കുന്ന കമഠാകൃതി ഭഗവത ആമയുടെ ആകൃതിയുള്ള ഭഗവാന്റെ ശ്വാസാനില ശ്വാസവായുക്കൾ പാന്തു നിങ്ങളെ പാലിക്കട്ടെ. യത് സംസ്കാരകലാനുവർത്തനവശാത് യാതൊരു ശ്വാസവായുക്കളുടെ വാസനാലേശാവശേഷം നിമിത്തം വേലാനിഭേനക്ഷോഭം എന്നുള്ള വ്യാജത്താൽ അതന്ത്രിത ആലസ്യം കൂടാണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന ജലനിധി സമുദ്രത്തിൻ്റെ അംബസാമി യാതായാതം ജലങ്ങളുടെ ചലനാധ്യാവി ഇപ്പോഴും വിശാമ്യതി വിശ്രമിക്കില്ല എന്ന് പറയുകയാണ്. പാൽക്കടൽ കടഞ്ഞ സമയത്തും മറ്റ് പല അവസരങ്ങളിലും ഭഗവാൻ പ്രദർശിപ്പിച്ച മഹിമ അറിയാൻ ആർക്കും കഴിയണമെല്ലാം സൂചിപ്പിച്ച് ശ്രോതാക്കന്മാരെ സൂതൻ ആശീർവദിക്കുകയാണ്. സമുദ്രമദന സമയെ കടകോലായിട്ട് ഉപയോഗപ്പെടുത്തിയ മഹത്തായിട്ടുള്ള വലിയ മന്ദരപർവ്വതം താണുപോയ സമയത്ത് അതിനെ ഉയർത്തി നിലയ്ക്ക് നിർത്താൻ വേണ്ടി ആമയുടെ ആകൃതി ധരിച്ച ഭഗവാൻ തൻ്റെ പുറത്ത് മന്ദരപർവ്വതത്തെ ധരിച്ചില്ലേ. അപ്പോൾ ദേവാസുരന്മാർ യൂഹിച്ച് ചെയ്ത മഥനത്താൽ ചുറ്റിത്തിരിയണ മഹാപർവ്വതത്തിൻ്റെ ശിലയുടെ അഗ്രങ്ങൾ ഭഗവാന്റെ പുറത്ത് കിടന്ന് വട്ടം ചുറ്റുമ്പോൾ അതിൻ്റെ സ്പർശന സുഖം കൊണ്ട് നിദ്ര പ്രാപിച്ച ഭഗവാന്റെ ശ്വാസവായുക്കൾ നിങ്ങളെ പരിപാലിക്കട്ടെ. ആ വായുക്കളുടെ ചലനശക്തിയുടെ വാസനാരൂപമായിട്ടുള്ള അവശേഷത്താൽ സമുദ്രജലത്തിലെ ചലനം അപ്പോഴും അടങ്ങാണ്ടിരിക്കുന്നു. ഇപ്പോൾ കാണപ്പെടുന്ന ചലനത്തിന് സമുദ്രക്ഷോഭ അല്ലേ കാരണം എന്ന് ശങ്ക വേണ്ട. ക്ഷോഭം എന്നത് വ്യാജരൂപേണ ശ്വാസവായുക്കളുടെ അന്നുണ്ടായ ശക്തി തന്നെയാണ്.
ഇന്നും ജലചലനത്തെ ജനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്രകാരം അപരാക്രമശാലിയായിട്ടുള്ള ആ കമഠമൂർത്തി അന്ന് മന്ദരപർവ്വത്തെ ഉയർത്തിയ പോലെ സംസാര സമുദ്രത്തിൽ മുങ്ങിക്കിടക്കണ നിങ്ങളുടെ മനസ്സാവണ മന്ദരപർവ്വത്തെ അതിൽ നിന്ന് ഉയർത്തി സർവ്വ ഉപനിഷത്തുക്കളും തീർത്ത് രക്ഷിക്കട്ടെ. ശ്രീഹരി നമ, ശ്രീഹരി നമ, ശ്രീഹരി നമ. ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ശ്രീ ഗോവിന്ദ, ഗോപികാ ചരണസ്മരണം ഗോവിന്ദ ശ്രീ ഗോവിന്ദ.